കണ്ടിന്യൂസ് 2-dimensional റാൻഡം വേരിയബിളിൻ്റെ ഒരു പ്രോബ്ലമാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് കെ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു കെ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഈസ് എ ജോയിൻറ്റ് പി ഡി എഫ് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. തന്നിരിക്കുന്നത് എക്സ് വാല്യൂസും വൈ വാല്യൂസും ഇൻ്റർവെൽ ഫോമിലായത് കാരണമാണ് കണ്ടിന്യൂസ് കേസാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് കെ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ എന്നാണ്. അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1. കണ്ടിന്യൂസ് കേസിനകത്ത് സമ്മേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻ്റഗ്രേഷനാണ്. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1. മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷനാണ് വരുന്നത്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, വൈയെയും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ കേസിനകത്ത് എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്ന 0 to 1ഉം വൈ ഡിഫൈൻ ചെയ്തേക്കുന്ന 0 to 1ലുമാണ്. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താകും? 0 to 1 ഇൻ്റഗ്രൽ 0 to 1 കെ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തിട്ട് ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ ഓൾറെഡി കെ കോൺസ്റ്റൻറ്റ്, കെ ഔട്ട്സൈഡ് എടുത്തു. എക്സ് കോൺസ്റ്റൻ്റ് ആയത് കാരണം 1 മൈനസ് എക്സ് എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ നടത്തുകയില്ല. പക്ഷേ ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡ് എടുക്കരുത്. ലാസ്റ്റ് കിടക്കുന്ന 0 to 1 ഇൻ്റഗ്രലിന് അകത്ത് തന്നെ 1 മൈനസ് എക്സ് എഴുതണം. 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈയുടെ ഇൻ്റഗ്രേഷൻ വേണം. 1 മൈനസ് വൈയുടെ ഇൻ്റഗ്രേഷൻ വേണം. അപ്പം 1ൻ്റെ ഇൻ്റഗ്രൽ വൈയും വൈയുടെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 റേഞ്ച് 0 to 1 ഡി എക്സ്. അപ്പർ ലിമിറ്റ് 1ഉം കൊടുക്കണം, ലോവർ ലിമിറ്റ് 0ഉം കൊടുക്കണം. വൈക്ക് പകരമാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തതിന് ശേഷം അടുത്തത് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 മൈനസ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. സോ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സും എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ 2 അവിടെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. സോ ദ വാല്യൂ ഈക്വൽ ടു 1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ദറ്റ് ഈസ് കെ ബൈ 4 ഈക്വൽ ടു 1. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രേഷനും റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 1 എന്ന് കിടപ്പുണ്ട്. സോ കെ ഈക്വൽ ടു 4, കെയുടെ വാല്യൂ 4 എന്ന് കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് കേസിൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷന് പകരം ഇൻ്റഗ്രേഷൻ. നേരെ മറിച്ച് ഡിസ്ക്രീറ്റ് കേസിലായിരുന്നെങ്കിൽ നമ്മൾ മാർജിനൽ പി ഡി എഫിൻ്റെ സമ്മാണ് എടുക്കുന്നത്. മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ മാർജിനൽ പി ഡി എഫ് ഓഫ് വൈയുടെ ടോട്ടൽ സമ്മാണ് 1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2, 1/2 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2, 1/2 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കണം. ഇൻ്റഗ്രൽ എക്സ് ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത് 0 to 1/2ലും വൈ ഇൻ്റഗ്രേഷൻ്റെ റേഞ്ച് വരുന്നത് 1/2 to 1ഉമാണ്. അപ്പം ഡബിൾ ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ 0 to 1/2, 1/2 to 1, 4 ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഡി എക്സ് ഡി വൈ. കെയ്ക്ക് പകരം 4 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ വൈ കോൺസ്റ്റൻറ്റും വൈ വെച്ച് ചെയ്യുമ്പോൾ എക്സും കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ ഇവിടെ വൈ വെച്ച് ആദ്യം ചെയ്യുമ്പം എക്സ് ഔട്ട്സൈഡ് എടുത്തു. ദെൻ ഇൻ്റഗ്രേഷൻ നടത്തി. സിമ്പിൾ ഇൻ്റഗ്രേഷനെ ചോദിക്കാറുള്ളൂ, വലിയ കാര്യമായ ഇൻ്റഗ്രേഷൻ ഒന്നും ഇല്ല ഇതിനകത്ത്. വൈ മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രേഷൻ നടത്തി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ചെയ്ത് ആൻസർ 3/16. ദെൻ ഒരു കണ്ടിന്യൂസ് 2-dimensional റാൻഡം വേരിയബിളിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ കറസ്പോണ്ടിങ് കോളവും കറസ്പോണ്ടിങ് റോയുമാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എക്സും വൈയുമായിട്ട് കിട്ടുന്നത്. പക്ഷേ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ ഇൻ്റഗ്രൽ എക്സിൻ്റെ എഫ് എക്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേഷൻ നിർത്തണം. എവിടെ തൊട്ട് എവിടെ വരെ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്, പക്ഷേ നമുക്ക് ഡിഫൈൻ ചെയ്തേക്കുന്ന 0 to 1 ഉള്ളൂ. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 0 to 1 കൺവേർട്ട് ചെയ്യണം. 4 ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഡി വൈ. അപ്പോൾ നമുക്ക് കണ്ടോണം എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആകും. അപ്പോൾ നമുക്കിവിടെ 1 മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്സൈഡ് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ 4 ഇൻറ്റു 1 മൈനസ് എക്സ് ഔട്ട്സൈഡ് എടുക്കും. പോയിട്ട് വൈ മൈനസ് വൈ സ്ക്വയർ ബൈ 2ന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അങ്ങനെ 2 ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് ആൻസർ കിട്ടും. അപ്പം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ
നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്തുള്ള എക്സിൻ്റെ റേഞ്ചും കൂടി എഴുതണം. വെയർ എക്സിൻ്റെ റേഞ്ച് 0 to 1. അതുപോലെ തന്നെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ കണ്ടുപിടിക്കുമ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ f(x, y) dx വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേഷൻ നടത്തുന്നതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിന് എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആയിട്ട് കിട്ടും. 4 × 1 - y ഇൻറ്റു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം 2 × 1 - y എന്ന ആൻസർ കിട്ടും. അപ്പോൾ വൈയുടെ റേഞ്ച് ഈ കേസിൽ എക്സിൻ്റെയും വൈയുടെ റേഞ്ച് സെയിം ആയത് കാരണമാണ് വൈയുടെ റേഞ്ച് ഇവിടെ 0 to 1. ഈ കേസിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f(x of x)ഉം f(y of y)യുടെ ആൻസറും കൂടെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തന്നിരിക്കുന്ന f(x, y) കിട്ടും. അങ്ങനെ f(x of x)ഉം f(y of y)യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ f(x, y) കിട്ടുവാണെങ്കിൽ ആ റാൻഡം വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ തിയറിക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ എന്താണ് f(x, y) = മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് x ഇൻറ്റു മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് y ആയിരിക്കണം.